ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ബാംഗ്ലൂരത്തെ ഡേ 2 ആട്ടോ. അപ്പോൾ ഞങ്ങളിന്നൊരു 5 മണി 5:15 എല്ലാം റെഡി ആയിട്ട് നന്ദി ഹിൽസിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് സൺസെറ്റിന് സമയത്ത് എത്തിയിട്ട് ആ ഒരു ടൈമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ സമയത്ത് എത്തിയില്ല, അത് വേറെ കാര്യം. ഇറങ്ങുമ്പോൾ 5-10 മിനിറ്റ് ലേറ്റ് ആയി. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് നന്ദി ഹിൽസിക്ക് അറൗണ്ട് 1.5 hours ഡ്രൈവ് കണ്ടിട്ട് അതാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ പോണ വഴിക്കാണ് സൺസെറ്റ് ഞങ്ങൾ കണ്ടത്. പോണ വഴിന്നാണ് ഞങ്ങൾ സൺസെറ്റ് കണ്ടത്. കാരണം സൺസെറ്റ് അവിടെ 6 മണിക്കായിരുന്നു. അപ്പൊ നമ്മൾ അപ്പത്തിന് എന്തായാലും എത്തില്ല, 1.5 hour ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് ബാംഗ്ലൂരിന്റെ ഒരു ഉള്ളിലേക്കായിട്ടുള്ള ഏരിയ ആയിട്ട് നന്ദി ഹിൽസ്. ബാംഗ്ലൂർ നോർമൽ സിറ്റിയിലല്ലേ ഉണ്ടാവുക. ഇതെന്താ വെച്ചാ മലകളും അതുപോലെ ഇങ്ങനത്തെ ഫുൾ പൈൻ ഫോറസ്റ്റ് പോലത്തെ ഇങ്ങനെ അങ്ങനെ മരങ്ങളും അങ്ങനത്തെ ഒക്കെ റോഡിൽ കൂടെ ആയിട്ട് പോകുന്നത്. വേറൊരു ബാംഗ്ലൂരിന്റെ ഒരു ഉള്ളിലേക്കായിട്ടുള്ള ഏരിയയിലാണ് നന്ദി ഹിൽസിൽ. കുറച്ച് അങ്ങോട്ട് പോയിട്ട് മേലൊക്കെ എത്തണം നമ്മൾ മലയുടെ അവിടെ. അങ്ങനെ മലയൊക്കെ കയറി ഞങ്ങള് അവിടേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ ഞങ്ങള് അറൗണ്ട് 6:45 ആയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാ സൺസെറ്റിന്റെ സമയമൊക്കെ ശരിക്കും എടുക്കുക 6:30 ഒക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ എത്തൂട്ടാ. ഞങ്ങള് മെല്ലൊക്കെ കയറി എല്ലാരും കൂടി കയറിയിട്ട് മേലൊക്കെ പോവുകയാണ്. ഇപ്പൊ ഞാനും ഷോർട്ട് മീഡിയം കുപ്പായൊക്കെ ഇട്ടത്. പക്ഷെ നല്ല പണി കിട്ടി. എന്താ വെച്ചാൽ നല്ല തണവുണ്ടായിരുന്നു അവിടെ. നല്ല തണവ് കുറച്ചു. നൈസ് ഡ്രസ്സോ നൈസ് പോകണത്തിട്ട്. നന്ദി ഹിൽസിലേക്ക് പോകുമ്പോൾ അവര് കുറെ സ്റ്റെപ്പ് കയറുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ വ്യൂ പോയിന്റുകളുണ്ട്. ആ വ്യൂ പോയിന്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോൾ നിൽക്കാൻ പറ്റണില്ല. കാരണം ഏത് നേരത്താണ് ഈ ഷോർട്ട് മീഡിയം ടോപ്പ് ഇട്ടത്. നല്ല തണവ് തോന്നിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരായിട്ട് നല്ല നടക്കും, ഓരോരുത്തർ ഫോട്ടോ തിരക്കും, അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. എന്നെ കാണുമ്പോൾ നല്ല റോസായ പോലെ. ഒന്നാമത് ബ്ലഷ് ഇട്ടതല്ല, തണവും കൂടി ആയപ്പോൾ നല്ല റോസായതാണ്. നല്ല തണവുണ്ട്. തണവ് പറ്റുന്നവർക്ക് പറ്റും, എനിക്ക് പറ്റില്ല. തണവുകൊണ്ട് സംസാരം അടക്കം മാറിപ്പോയിരുന്നിട്ട് അത്രയും തണവ്. എനിക്ക് തണവ് തീരെ സഹിക്കാൻ പറ്റാത്ത ആളായോണ്ടാന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറെ ഗ്ലാസ് ബ്രിഡ്ജുകൾ പോയി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വ്യൂ പോയിന്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ കുട്ടികളൊക്കെ അതിൽ കയറി, വലിയ ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ അങ്ങനെ നടന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ മേലെ കയറി നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യൂ പോയിന്റ് കുറെ മരങ്ങളും ദൂരക്കുള്ള മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇത് നന്ദി ഹിൽസിക്ക് കുറെ കയറാണ്ടിട്ട് ഞാൻ അന്ന് പോയി നന്ദി ഹിൽസ് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളന്ന് കയറിയപ്പോൾ വേഗം നന്ദി കണ്ടു. പക്ഷെ ഇത് വേറെ ഭാഗത്തു കൂടെ ഞങ്ങൾ കയറിയത്. എന്താ സംഭവം എന്നറിയില്ല. അപ്പോ ഞങ്ങൾ കയറുമ്പോൾ വേലയുണ്ടായതുകൊണ്ട് നല്ല പുറച്ചു മുറിച്ചൊക്കെ കയറിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പൊ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരിക്കണം. ജസ്റ്റ് ഒന്ന് കോഫി ടീ ബൂസ്റ്റ് അങ്ങനെയൊക്കെ പോലെ കുടിക്കാൻ വിചാരിച്ച് ഞങ്ങൾ കയറിയേക്കിട്ട് എല്ലാവരും കൂടിയിട്ട്. ബൂസ്റ്റ് ഞാന് ബൂസ്റ്റും ബിസ്ക്കറ്റും ഒക്കെ പിന്നെ നുറുക്കൊക്കെ വന്നിട്ട് ബൂസ്റ്റ് നല്ല ബൂസ്റ്റ്. ഞാൻ കുറെ ആയിട്ട് ബൂസ്റ്റ് കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു. കോഫി നമ്മൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറില്ല. അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ബൂസ്റ്റ് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുരങ്ങന്മാര് കമ്പിയുടെ മേലെ പോകണം. അപ്പൊ അത് നോക്കിയിരിക്കുന്നിട്ട് ബാക്കി പിന്നെ നമ്മളവിടെ ചായ കുടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഏറ്റവും മേലക്ക് കയറാൻ വേണ്ടി പോയിട്ട് നന്ദി ഹിൽസിന് മേലക്കുണ്ട്. പക്ഷെ ആ ഭാഗം കിട്ടി. പക്ഷെ ഞങ്ങളൊന്ന് പോയി നന്ദിയുടെ ഭാഗം കാണാൻ പറ്റില്ല. പിന്നെ അധികം തരാനൊന്നുമില്ല. കാരണം എല്ലാവർക്കും നടന്നൊരു വിധേയക്കുണ്ട്, കുറെ നടക്കാണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മേലത്തെ വ്യൂ പോയിന്റ് അവിടെ പോയി നല്ല രസം നിന്നിട്ട് അവിടെ നല്ല കാറ്റുണ്ടെന്ന്. അങ്ങനെ കുറെ നേരം വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ട് ആ ഭാഗത്തേക്ക് പോകുന്ന പറഞ്ഞില്ല, ആ ഭാഗത്തേക്ക് പോകാനൊന്നുമില്ല. അങ്ങനെ മെല്ലെ ഇറങ്ങിയപ്പോ ഞങ്ങള് മെയിൻ വഴി കൂടെ പോകണ്ട വിചാരിച്ചിട്ട് വേറെ വഴി കൂടെ ആ മലയുടെ അടി കൂടി വഴി കൂടി പുറത്തു പോകാൻ വഴി തപ്പി നടക്കുന്നു ഞങ്ങൾ. ഓരോരുത്തരും ഓരോ മുക്കി കൂടെ വരുന്നുണ്ട്.
ഏതൊക്കെ കാട്ടിലെത്തും, പുറത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. നിലക്കാട് പോലത്തെ സ്ഥലം. ഈ ഫോറസ്റ്റ് കാടാണ്. തലയിടമേരിക്കണേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ ശേഷം പിന്നെ വിശക്കുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ദോശ സംഭവങ്ങൾ പോലെയൊക്കെ തിന്ന് എന്നിട്ട് അവിടുന്ന് സ്വീറ്റ്സ് മേടിച്ചു. ബാംഗ്ലൂർ സ്വീറ്റും അടിപൊളി ഇട്ടോ, നൈസ് ടേസ്റ്റ്. നമ്മളവിടുത്തെ സ്വീറ്റിനായിട്ട് ഒന്നും കൂടി നല്ല നെയ്യൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് സ്വീറ്റ് ആയിരുന്നു. അങ്ങനെ അത് തിന്ന് അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇവിടെ കേട്ടോ, ഏത് സ്നോ സിറ്റിക്ക്. അതായത് എൻ്റെ ഉമ്മയുടെ താത്താടെ മോളും ഭർത്താവും അവിടെ ഉള്ളത്. അതായത് എൻ്റെ കസിനും ഭർത്താവും അനുവും ചിലവർക്കാരുണ്ടാവില്ല. അവളുള്ള ഭർത്താവും അവിടെയാണ്, ബാംഗ്ലൂരാണ് സെറ്റിൽഡ് ആയിക്കണേ. അപ്പൊ അവര് വരുമ്പോട്ട് അവര് വെയിറ്റ് ചെയ്ത് സ്നോ സിറ്റിയിൽ കുറച്ച് ഇരുന്നിട്ടാ. അങ്ങനെ ഇതാ അവർ വരികയാണ്. ബാംഗ്ലൂർ വാല ഫാൻസ് കുഞ്ഞുമണി ഉമ്മിയ വീണ്ടും ഉറങ്ങി. ആവശ്യമുള്ള സമയത്ത് ഉറങ്ങും. ഫോർ മീ. ഓക്കെ, താങ്ക് യു. ചേച്ചി നെക്സ്റ്റ് സൈഡ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഡ്രസ്സും ഷൂസും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ തണുത്ത് വിറച്ചൊരു വിധാവും. അപ്പൊ എല്ലാം സെറ്റായിട്ട് ഗ്ലൗസ് ഒക്കെ കറക്റ്റ് സൈസിനൊക്കെ മേടിച്ച് ഇട്ടുകൊണ്ടിരിക്കണം എല്ലാവരും. ഞാൻ ചെയ്തില്ലേ ഇപ്പോ, ഞാനാളേനു. ആദ്യം അങ്ങോട്ട് സ്നോ സിറ്റിക്ക് കയറിയപ്പോൾ അടിപൊളി തണുത്തിട്ട് ഭയങ്കര ഒരു ആദ്യമായിട്ട് എനിക്ക് സ്ഥലത്ത് പോകണം. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. ലാസ്റ്റ് അപ്പൊ മൂപ്പേരെ സെറ്റായി ഐസോടൊക്കെ എടുത്ത് കളിക്കലൊക്കെ ഇരുന്നിട്ടാ സെറ്റ് ചെയ്യുന്നത്. അധികം നേരം നിർത്തില്ല കേട്ടോ. അവൻ അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമ്മള് കാണിക്കുമ്പോഴത്തേനും വേണ്ടി കയറ്റി നമ്മള്. ഇല്ലെങ്കിൽ അവനക്ക് അത് ഇതാവും, നല്ല തണവുണ്ടല്ലോ. അപ്പൊ അധികം രസിക്കാനൊന്നുമില്ല.
Yes, let them over, please come outside. കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ പോവുകയാണ്. കഴിഞ്ഞിട്ട് എത്രയും കഴിഞ്ഞ് അറിയില്ല, ഒന്നും ആണല്ലേ. അള്ളാന്റെ കൈ മഴച്ചു മോനെ. മരവിച്ചു അങ്ങനെ സ്നോ സിറ്റിന് മുമ്പിൽ നിന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞ് അവസാനം ഡിസ്കഷനിലെത്തിയ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുക. ഏത് ഹോട്ടലിൽ പോകുന്നൊക്കെ ഡിസ്കഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ ഷെയറിലുണ്ട്, അവനക്ക് ഒട്ടുമിക്ക ഹോട്ടലൊക്കെ അറിയാലോ. അപ്പൊ പിന്നെ ഞങ്ങൾ ബിരിയാണി ഇട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, ബിരിയാണി ഓർഡർ ചെയ്തിട്ട്, കാരണം ഇന്നലെ തന്നെ പണി കിട്ടിയതാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ട്, പക്ഷെ നൂഡിൽസ് അടിപൊളി ടേസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് ബിരിയാണി ഓർഡർ ചെയ്തൊക്കെ നല്ല വലിപ്പായിരുന്നു. ഇന്നലത്തിനായിട്ട് ഭയങ്കര ബോറായിരുന്നു. തക്കാളി ചോറ് ടേസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഇവരൊക്കെ നെയ്ച്ചോറ് ഓർഡർ ചെയ്തു. ഷെയറിലൊക്കെ നെയ്ച്ചോറും ചിക്കനൊക്കെ, അത് പിന്നെ സേഫ് ആണല്ലോ. അടുത്ത് പിന്നെ അവിടെ എങ്ങോട്ട് പോകുന്നുള്ള പ്ലാനിലിരുന്നിട്ട്, അപ്പൊ പിന്നെ ഉള്ളത് ഓപ്ഷൻ ഒന്ന് മ്യൂസിയം, പിന്നുള്ളത് മാളൊക്കെ, രണ്ട് പിന്നെ നമുക്ക് വേണ്ടാന്നുള്ള തീരുമാനത്തിലിരുന്ന്. അപ്പൊ പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കിൽ പോകാൻ നിൽക്കുമ്പോഴത്തേനും അവിടെ സമയം കഴിഞ്ഞ് ക്ലോസ് ആയി. അപ്പൊ പിന്നെ ജസ്റ്റ് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ പോയിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മെട്രോയിൽ പോയി വെച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് 2 ദിവസത്തെ കാറിന്റെ ഇത് കഴിഞ്ഞപ്പോ കാർ വിട്ടി. കാരണം നമുക്ക് മെട്രോയില് കുറെ ആൾക്കാർ പോയിട്ടില്ല. അപ്പൊ പിന്നെ അതിലും കൂടി കയറാലോ വിചാരിച്ച്. അപ്പൊ പിന്നെ മെട്രോയിൽ പിന്നെ എങ്ങോട്ട് മെട്രോയിൽ കയറി പോകുന്ന സ്ഥലം വേണമല്ലോ. അപ്പൊ പിന്നെ ഐക്യുള്ളത് ജോലിയൊന്നും ഒന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ട് ചിലർക്ക് ഐക്യയിൽ താല്പര്യമുണ്ടെങ്കിൽ കാരണം ജസ്റ്റ് ഇങ്ങനെ കറങ്ങുക, സാധനങ്ങൾ മേടിക്കുന്നവർക്ക് മേടിക്കുക, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും നമ്മൾ മെട്രോയിൽ പോയിട്ട് ഐക്യയിൽ പോയി വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം മെട്രോ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അന്ന് ഇത് ഇത്ര തിരക്കുള്ള മെട്രോയിൽ ഇത്ര നിർത്തുള്ളൂ, പക്ഷെ മിനിറ്റ് പോലില്ല. ഞാൻ കേട്ടില്ല. എല്ലാ മെട്രോയിൽ നല്ല തിരക്കിയത്. അപ്പൊ നിന്ന് അവസാനം ഒരു മെട്രോയിൽ കയറിയത്, കുറെ നിന്നിട്ട് കയറിട്ടാ. അതിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് അങ്ങനെ കയറി നിന്ന്. അങ്ങനെ ഞങ്ങൾ ഐക്യയിലെത്തി. മെട്രോ നേരെ ഐക്യക്ക് ഇടും. പിന്നെ ഐക്യക്ക് എത്തിയെന്ന് അയ്യോ എന്ത് വേണ്ടേ? കയ്യിലെന്താ ഏത് വേണ്ടേ? എന്തൊക്കെ വേണം? അയ്യോ ഒരെണ്ണം മേടിച്ചോട്ട് മമ്മ. സോഫ്റ്റ് കാര്യമില്ല, ഇന്നുണ്ടാവും, നാളൊക്കെ വേണ്ട. ഏത് വേണ്ട അയ്പൂന്? ഏത് വേണ്ടേ? അത് വേണ്ടേ? ഡൈന വേണ്ടേ? എടുത്തോട്ടാ. ഏതായിപ്പോ എല്ലാം എടുക്കരുതിട്ട് പൊന്ന. ഐക്യയില് പോയപ്പോണ്ട് കുറെ ടോയ്സിന്റെ ഓപ്ഷൻസ്, കുറെ പാത്രങ്ങൾ സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ചെറിയ സോഫ്റ്റ് ടോയ്സ് കുറെ ഉണ്ട്. മൂപ്പരാൾക്ക് എല്ലാം കണ്ടിട്ട് പറക്കിട്ട്. പക്ഷെ എന്താ കാര്യം വെച്ചാൽ ഇവർക്ക് സോഫ്റ്റ് ടോയ്സ് മേടിച്ച് വെക്കുന്നുണ്ടല്ലോ. പക്ഷെ മേടിച്ചെടുത്ത് ഒരു കാര്യമില്ല. ഇന്നിപ്പോ നോക്കിയാൽ നാളെ വലിച്ചിരുന്നു. വലിയ ഫ്രൈസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാൻ നിന്നില്ല. ഞാൻ ഇപ്പൊ കൂടെ വേണ
ബൈക്ക് വന്ന് നോക്കി നോക്കുമ്പോൾ സെൽഫ് ബില്ലിംഗ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഞാൻ ചെയ്യാൻ പോകാൻ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമൊന്നും ശരിയായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് രാത്രിയായി, അത്യാവശ്യം നേരമായപ്പോൾ ഷെറിലൊരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, ബെസ്റ്റ് കബാബ് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഫിഷ് കബാബ് കഴിച്ച്. എനിക്ക് അത്രയത്തെ ഭയങ്കര ഒബ്സഷനാണ് ഫിഷ് കബാബ് ഉണ്ട്. പക്ഷെ ഇവിടെ നാട്ടിൽ ഞാൻ പ്രഗ്നന്റ് ആകുമ്പോൾ കുറേ തപ്പിണ്ട് ഞാൻ ക്ഷമയ്ക്ക്, തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഇവിടുന്ന് കിട്ടിയില്ല. പക്ഷെ ഇവിടുന്ന് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ്. ചെമ്മീന് വേറൊരു ഫിഷ്, പക്ഷെ ചെമ്മീനൊക്കെ ഗൾഫിൽ നിന്ന് അതേ ടേസ്റ്റ്. അങ്ങനെ ഞാൻ അടിച്ച് പിന്നി. കുറെ ആൾക്കാർക്കൊന്നും അങ്ങനെ കബാബ് പ്ലേറ്റ് ഇഷ്ടമില്ല ഫിഷൊക്കെ. അപ്പൊ ഞങ്ങൾ ഫിഷ് ഇഷ്ടമുള്ളവരൊക്കെ ഒരു സൈഡിലിരുന്നിട്ട് അങ്ങനെ കഴിച്ചപ്പോൾ ചിക്കൻ കബാബിന്റെ പ്ലേറ്റുണ്ട് നല്ലതാണ്, പക്ഷെ നല്ല ഫുഡ്, നല്ല ടേസ്റ്റിന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ തൃപ്തിയായി. എന്തായാലും കബാബ് ചെറിയ അടിപൊളി. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ക്യാബ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ വണ്ടി വിട്ടല്ലോ. അപ്പൊ പിന്നെ ക്യാബ് വെയിറ്റ് ചെയ്തിരുന്ന് ക്യാബിനൊക്കെ വിളിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ഇത്ര ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.